Good morning and welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ മീര. ഡോക്ടർ മീര ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസസ് കോതമംഗലം ഡെൻ്റൽ കോളേജിലെ പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ സ്മൈൽ ഡെൻ്റൽ കെയർ വൈറ്റ്ലയിലെ എൻഡോഡോണ്ടിസ്റ്റാണ്. ഡോക്ടറോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയമായിരിക്കും. കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയാണ് വിഷയം. അതായത് മുഖത്തെ സൗന്ദര്യം അല്ലെങ്കിൽ പല്ലിലുണ്ടാകുന്ന സൗന്ദര്യത്തെ ബാധിക്കാവുന്ന വൈകല്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഇന്നത്തെ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഡോക്ടറോട് തന്നെ നമുക്ക് കൂടുതൽ ചോദിക്കാം. ഈ വിഷയം എന്താണ്, ഈ വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ വിഷയത്തിൽ എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ മീര. ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു വിഷയം എന്താണെന്ന് പറഞ്ഞു. കോസ്മെറ്റിക് ഡെൻ്റൽ കെയർ ആണ് നമ്മുടെ വിഷയം എന്നുള്ളത്. അതായത് മുഖത്തുണ്ടാകുന്ന വൈകല്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം, പല്ലിലുണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഡെന്റിസ്റ്റിന്റെ പോവ്യൂവിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് എന്തായിരിക്കും, എന്തൊക്കെയാവാം? മുഖത്തുണ്ടാകുന്ന വൈകല്യങ്ങൾ എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ അത് മുഖത്ത് ഉള്ളതാണെങ്കിൽ പല്ല് ഉന്തി നിൽക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന വൈകല്യം. അത് യൂഷ്വലി നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ പല്ല് കുട്ടി വലുതാകുമ്പോഴത്തേക്കും നമുക്ക് കമ്പി ഇട്ടിട്ട് പല്ല് ശരിയാക്കാം എന്നുള്ള രീതിക്ക് കുട്ടി ഒരു 13-14 വയസ്സാകുമ്പോഴാണ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്കിത് ഉന്തി നിൽക്കുന്ന പല്ലുകൾ ശരിയാക്കണം എന്നുള്ള ആവശ്യം തന്നെ ആയിട്ട് ആൾക്കാർ വരുന്നത്. പക്ഷേ അത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യേണ്ടത് ആക്ച്വലി കുട്ടിക്കൊരു 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സാകുമ്പോഴേ ഒരു കൺസൾട്ടേഷൻ എങ്കിലും എടുത്തിരിക്കണം എന്നുള്ളതാണ്. കാരണം പല്ലുകളുടെ മാത്രം ഉന്തലാവില്ല ചിലപ്പോൾ, അത് ചിലപ്പോൾ മോണയോ താടിയെല്ല് തന്നെ തള്ളിയിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ കുട്ടി ഒരു 7 വയസ്സോ 8 വയസ്സോ ആ ഒരു കാലയളവിൽ, അതായത് കുട്ടിയുടെ വളർച്ച പൂർണ്ണമാകുന്നതിന് മുമ്പ് വന്ന് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ഗ്രോത്ത് യൂട്ടിലൈസ് ചെയ്തിട്ട്, അതായത് ഗ്രോത്ത് മോഡിഫൈ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അപ്ലയൻസ് വായിലിട്ട് കൊടുത്തിട്ട് അത് നമുക്ക് അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഇൻ്റർസെപ്റ്റീവ് ഓർത്തഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കണ്ടിട്ടുണ്ടാവാം ചില കുട്ടികൾ ചെറിയ താടിയിലൊരു ക്യാപ്പ് പോലെയൊക്കെ ധരിക്കുന്നതും തലയിൽ തൊപ്പി പോലെ ധരിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് നമ്മുടെ റേറ്റ് ഓഫ് ഗ്രോത്ത്, ജോയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങളാണ്. അത് ഒരു 7-8 വയസ്സിലേ നമുക്ക്, പെൺകുട്ടികളാണെങ്കിൽ ഒരു 8 വയസ്സിൽ, അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ 9-10 വയസ്സിൽ ധരിക്കേണ്ടതാണ്. നമുക്ക് അവരുടെ ആ ഗ്രോത്ത് സ്പേർട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ ഒരു കൺസൾട്ടേഷൻ എടുത്തിരിക്കണം. ഈ പല്ല് ഉന്തി വരിക എന്ന് പറയുന്നത് ശരിക്കും പല്ലിൻ്റെ തന്നെ പ്രശ്നമാവണമെന്നില്ല. അല്ല, ചിലപ്പോൾ താടിയെല്ല് തന്നെ തള്ളി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ റേറ്റ് ഓഫ് ഗ്രോത്ത് അപ്പർ ജോയുടെയും ലോവർ ജോയുടെയും നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ജോയ്ക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, താഴത്തെ താടിയെല്ലാണ് കയറി വളരുന്നതെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് താടി തള്ളിയ ഒരു പ്രതീതിയാണ് വളർന്നു കഴിയുമ്പോൾ ഉണ്ടാകുക. മറ്റേതാണ് എന്നുണ്ടെങ്കിൽ പല്ല് മുകളിലത്തെ പല്ല്, വെള്ളത്തെ താടിയാണെങ്കിൽ വെള്ളത്തെ പല്ല് ഒരുപാട് തള്ളിയിരിക്കുന്നത് പോലെയുള്ള പ്രതീതിയാണ് ഉണ്ടാകുക. അപ്പോൾ അത് ഗ്രോത്ത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്കതുകൊണ്ട് ഡെൻറ്റൽ കറക്ഷൻ മാത്രമേ ചെയ്യാനായിട്ട്, കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഡെൻറ്റൽ കറക്ഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ ആ ഒരു കറക്ഷൻ പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർജിക്കലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇത് പല്ല് തള്ളി വരുന്നു അല്ലെങ്കിൽ ഈ ജോയാണ് തള്ളി വരുന്നത് എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് എങ്ങനെ നോക്കാൻ പറ്റും? നമുക്ക് ഒരു ചെറിയ 6-7 വയസ്സ് മുതൽ തന്നെ നമുക്ക് താരതമ്യേന, ഇപ്പോൾ ഒരു താടിക്ക് വളർച്ച കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായത്തിൽ തന്നെ നമുക്കത് കുറച്ച് മുമ്പോട്ടിരിക്കുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടാകും. പിന്നെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇതേപോലെ ഉള്ള ഒരു പ്രവണത ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. മുഴുവനായിട്ട് നമുക്കത് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കണ്ടീഷൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഭാവിയിൽ സർജറി വേണമെങ്കിൽ തന്നെ അതിൻ്റെ കറക്ഷൻ എബിലിറ്റി നമുക്ക് കുറച്ച് ഇങ്ങനത്തെ അപ്ലയൻസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതെ. ഈ പല്ലാണ് തള്ളി വരുന്നതെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം? നമുക്ക് പല്ല് തള്ളി വരുന്നത് നമുക്ക് ഒന്നുകിൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ജോയിൽ സ്പേസ് കുറവാണ് എന്നുണ്ടെങ്കിൽ പല്ല് ഇടുങ്ങി ഇരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ലൈനിൽ തന്നെ എല്ലാ പല്ലുകൾക്കും നിരന്നിരിക്കാനുള്ള സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ 2 പല്ല് പുറത്തോട്ടോ അകത്തോട്ടോ ആയി പോകുന്നത് അത് സ്പേസ് ഡിസ്ക്രിപ്പൻസി കൊണ്ടുവരുന്നതാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ജനറ്റിക് ആയിട്ട് തന്നെ നമുക്ക് കുറച്ച് പല്ല് തള്ളലുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. ഈ ഇടയ്ക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മൾ ഈ പൊഴിഞ്ഞു പോകുന്ന സെറ്റ് ഓഫ് ടീത്ത് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പാൽപ്പല്ലുകൾ എന്ന് പറയുന്ന ടീത്ത് ഉണ്ട്. ഇത് പൊഴിഞ്ഞു പോകുന്ന
പല്ലുകൾ പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതിരിക്കുകയും അത് നേരത്തെ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് ഭാവിയിൽ പല്ല് വരുന്നത് നിരതെറ്റി വരാൻ കാരണമാകുമെന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അത് വളരെ നല്ലൊരു പോയിന്റാണ് ചോദിച്ചത്. അത് നമുക്ക് പൊതുവേ ഉള്ള ധാരണ എന്ന് വെച്ചാൽ ഈ നമുക്ക് 10 വയസ്സ് വരെയുള്ള പല്ലുകൾ എന്തായാലും പോകാനുള്ളതാണ്. അപ്പോൾ അതിന് കേട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പല കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ട്, ഈ ഫ്രണ്ടിലെ പല്ലുകളെല്ലാം പൊടിഞ്ഞ് അല്ലെങ്കിൽ നിറവ്യത്യാസമൊക്കെ ആയിട്ടിരിക്കുന്നത്. എന്നിട്ട് അത് വേദനയോ നീരോ ആയിട്ട് കുഞ്ഞിന് പനിയോ ഒക്കെ ആയിട്ടാണ് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കാൻ കൊണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, നമുക്ക് ആ പല്ല് കുഞ്ഞിന് ചവയ്ക്കാനും ചിരിക്കാനും മാത്രമായിട്ടുള്ളതല്ല. ആ ഒരു പല്ല് ഭാവിയിൽ അവിടെ വരേണ്ട പല്ലുകൾക്കുള്ള ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ എടുത്ത് കളയുകയോ, അത് ഫ്രണ്ടിൽ മാത്രമല്ല എസ്പെഷ്യലി ബാക്കിലെ പല്ലുകൾ അത് നേരത്തെ എടുത്ത് കളയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലോ വരുന്ന പല്ലുകളൊക്കെ അങ്ങോട്ട് കയറി നീങ്ങി വരാനും ഇതിൻ്റെ താഴെയുള്ള പല്ല് വരേണ്ട സമയമാകുമ്പോഴത്തേക്കും അതിന് വരാനായിട്ട് ഇടമില്ലാതെ വരുമ്പോൾ അത് ലെഫ്റ്റിലോ റൈറ്റിലോ അല്ലെങ്കിൽ ജോയിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരുന്നു. അപ്പോഴാണ് അതാണ് നമ്മൾ ഈ ഇടമ്പല്ല് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ കമ്പിയിട്ട് അത് ശരിയാക്കേണ്ടത് അനിവാര്യമായിട്ട് വരുന്നു. അത് പ്രിവെൻറ്റബിൾ ആണ്. നമ്മൾ ആദ്യമേ കുട്ടികളുടെ പല്ലിൽ കേടുകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ നേരത്തെ ഇതിന്റെ ഇടയിൽ പറയുന്നത് പല്ലിലുണ്ടാകുന്ന മഞ്ഞ നിറം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ പല്ലിലുണ്ടാകുന്ന മഞ്ഞ നിറവും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം, സൗന്ദര്യ പ്രശ്നമല്ലേ? അത് ആണ് പല്ലിൻ്റെ ഒരു കോസ്മെറ്റിക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. നിറവ്യത്യാസം നമുക്ക് 2 രീതിയിൽ അത് തിരിക്കാൻ നോക്കും. ഒന്ന് എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ്, അതായത് പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളോ നിറങ്ങളോ, അല്ലെങ്കിൽ പിന്നെ ഇൻട്രിൻസിക് സ്റ്റെയിൻസ് എന്ന് പറയും. അതായത് പല്ലിൻ്റെ നിറം തന്നെ വ്യത്യാസമാണ്, ആ പല്ലിൻ്റെ കളറ് തന്നെ ഫ്രം ഇൻറ്റേർണൽ സൈഡ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് നമുക്ക് വരുന്നത് നമ്മൾ കുടിക്കുന്ന കാപ്പി, ചായ, പിന്നെ റെഡ് വൈൻ, ക്യാരറ്റ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, ഇതിൻ്റെയൊക്കെ ഒരു നിറം നമുക്ക് പല്ലിൽ പിടിക്കുന്നതായിട്ട് വരാം. പിന്നെ കോമൺ ആയിട്ട് കാണുന്നത് സ്മോക്കിംഗ്, പാൻ, ഗുഡ്ക ച്യൂയിങ്, അതിൻ്റെയൊക്കെ നിറം. പിന്നെ അല്ലാതെ ചെറിയ പ്രായത്തിൽ തൊട്ട് നമുക്ക് ചില കുട്ടികൾക്ക് കാണാൻ നല്ല കറുത്ത കറകൾ വായിലുണ്ടാകും. അത് ഒരു അളവ് ബാക്ടീരിയ, ക്രോമോജനിക് ബാക്ടീരിയയുടെ എണ്ണം ആ കുട്ടിയുടെ വായിൽ കൂടുതലായതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ എക്സ്ട്രിൻസിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നോർമൽ ക്ലീനിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ് ആൻഡ് പോളിഷിംഗ് എന്ന ഡെന്റിസ്റ്റ് പറയുന്ന പ്രൊസീജിയർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറ്റാനായിട്ട് പറ്റും. സ്കെയിലിംഗ് ആൻഡ് ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞോളൂ. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാസോണിക് ഡിവൈസസ് വെച്ചിട്ട് പല്ലിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളും അത് മാത്രമല്ല നമ്മൾ ടാർട്ടാർ എന്ന് പറയുന്ന ഡെൻ്റൽ കാൽക്കുലസ് എടുത്ത് കളയുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ എന്താ പറയുക, മിസ്കൺസെപ്ഷൻ ആൾക്കാരുടെ ഇടയിലുള്ളത് ഇത് നമുക്ക് അത് ചെയ്യുന്നത് കൊണ്ട് എനാമൽ ഇളകി പോകുന്നു, അത് കഴിഞ്ഞിട്ട് പുളിപ്പ് വരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒന്നുമില്ല ആക്ച്വലി. അത് നമ്മൾ അൾട്രാസോണിക് വേവ്സ് കൊണ്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളും കാൽക്കുലസും ഇളകി വീഴുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനാമൽ ഇളക്കാനായിട്ട് നമുക്ക് ഇതൊന്നും പോരാ, ആക്ച്വലി ഡയമണ്ട് ഡ്രിൽസ് തന്നെ വേണം. അത് ഉപയോഗിച്ച് മാത്രമേ ഇനാമൽ പോവുകയുള്ളൂ. പിന്നെ സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ചെറിയ തോതിൽ നമുക്ക് പുളിപ്പുണ്ടാകാം. അത് പല്ലിൻ്റെയും മോണയുടെയും ഇടയിലിരിക്കുന്ന കാൽക്കുലസ് നമ്മൾ എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ മോണ തിരിച്ച് പല്ലിലോട്ട് പിടിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിൻ്റെ ഇടയിൽ നമുക്ക് വേരിൽ വെള്ളം തട്ടുകയാണെങ്കിൽ ചെറിയ തോതിൽ പുളിപ്പുണ്ടാവും. ചില പുളിപ്പ് കുറയ്ക്കുന്ന പേസ്റ്റുകളോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പുളിപ്പിന് ശമനം കിട്ടുന്നതാണ്. എല്ലാ 6 മാസത്തിലൊരിക്കൽ പല്ല് ക്ലീൻ ചെയ്യണം. അതൊരു ഈ മഞ്ഞ കളറും പോയി കിട്ടും. പിന്നെ മോണയുടെ ഹെൽത്തും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കും. 6 മാസത്തിലൊരിക്കൽ പല്ല് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ പല്ലിൻ്റെയും ലൈഫ് 5 കൊല്ലം വീതം എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ പല്ലിലുണ്ടാവുന്ന കേടുകൾ ഈ കോസ്മെറ്റിക് ഡെന്റിസ്റ്റിൽ എന്തെത്തോളം സ്ഥാനമുണ്ട്? പല്ല് നമുക്ക് കേടുകൾ ചെറിയ പ്രായത്തിലും അതെ വലിയ പ്രായത്തിലും അതെ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ട് നമുക്കത് പല്ല് കേട് വരണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ആഹാരം ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പല്ല് കേട് വരികയുള്ളൂ. അപ്പോൾ അത് റെഗുലറായിട്ട് നമ്മൾ ക്ലീനിങ്ങിൽ ഇത്തിരി ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ടും കേട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും അറ്റ് ദി ഏർലിയസ്റ്റ് തന്നെ പോയി ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് അത് ഫില്ല് ചെയ്യാൻ
ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് തന്നെ പല നിറത്തിലും പല തരത്തിലുമുള്ള ഫില്ലിങ്സ് നമുക്കുണ്ട്. ഇപ്പോൾ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്നായിട്ടിരിക്കുന്ന ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഫില്ലിംഗ് ആണെങ്കിൽ കോമ്പോസിറ്റ് ഫില്ലിംഗ് എന്ന് പറയും. അതൊരു കോമ്പോസിറ്റ് റെസിൻ ആണ്. അത് നമ്മൾ അപ്പം തന്നെ ആ കേടുള്ള ഭാഗം നീക്കം ചെയ്തിട്ട് പല്ലിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരുപാട് പല്ല് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആ മെറ്റീരിയലിൻ്റെ അഡ്വാൻറ്റേജ്. എന്നിട്ട് അത് കുറച്ചൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് നമുക്ക് റെസിൻ ഫില്ല് ചെയ്ത് അത് നല്ലവണ്ണം പോളിഷ് ചെയ്ത് പല്ല് പോലെ തന്നെ ആക്കി എടുക്കാൻ നോക്കും. അപ്പോൾ കോമ്പോസിറ്റ് ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് കേടുകൾ മാത്രമല്ല പല്ലിലുണ്ടാകുന്ന പൊട്ടലുകൾ, ഇപ്പോൾ താഴെ വീണ് പല്ല് ഒരു ഭാഗം ഒടിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പോയാൽ നമുക്കത് പൂർണ്ണ രൂപത്തിൽ ആക്കാൻ പറ്റും. റീബിൽഡ് ചെയ്തെടുക്കാം, കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ താഴെ വീണ് അഥവാ പൊട്ടി ആ പല്ലിൻ്റെ പീസ് നമുക്ക് ഒരു പീസായിട്ട് തന്നെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കോമ്പോസിറ്റ് റെസിൻ ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ റെസിൻ സിമെൻസുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ കഷ്ണം തന്നെ തിരിച്ച് വെക്കാനും പറ്റും. പക്ഷേ എല്ലാ ഇതിലും പോസിബിൾ അല്ല. നമുക്കത് ഇത് റീറ്റെയിൻ ചെയ്ത് ഒരു നീറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ അത് തിരിച്ച് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഒറ്റ സിറ്റിങ്ങിൽ തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പൊതുവെ ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ഡെന്റിസ്റ്റുമാരുടെ തന്നെ ട്രീറ്റ്മെന്റിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ് പലപ്പോഴും പേഷ്യൻസിന് ഒരുപാട് സിറ്റിംഗ് വേണ്ടി വരുന്നു പല പ്രൊസീജിയേഴ്സിനെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താ, അതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് ഒരു സിറ്റിങ്ങിൽ തന്നെ തീർക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ അത് എന്താ പറയുക ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ പോളിഷ് ചെയ്ത് വിടുന്നു എന്നുള്ളതാണ്. നമുക്ക് 2 സിറ്റിങ്ങിൽ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ്, ഫോർ എക്സാമ്പിൾ ക്രൗണ്, ബ്രിഡ്ജ്, ഈ സെറാമിക്, വിനീർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പല്ലിനെ ട്രീറ്റ് ചെയ്തിട്ട് പല്ലിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രിപ്പറേഷൻ നമ്മളതിൽ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അളവെടുത്ത് ആ അളവ് വെച്ച് നമ്മൾ അതേ രൂപത്തിലൊരു മോഡൽ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ മോഡലിൻ്റെ മുകളിൽ ഈ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ക്രൗണോ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫില്ലിങ് ചെയ്യാൻ തന്നെ 2-3 ദിവസം സമയം അതിൽ കിട്ടുന്നു. പിന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് അതിൻ്റെ ഫിനിഷിൽ. പിന്നെ സെറാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു തരിയും വെള്ളം പോലെ ഇരിക്കുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ക്ലേ ബിൽഡപ്പ് ചെയ്ത് അത് ഫർണസിൽ വെച്ചിട്ടാണ് അത് ബേക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ എൻറ്റയർലി ഫാബ്രിക്കേഷൻ മെത്തഡോളജി ഡിഫറെൻറ്റാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ആ സാധനം ഉണ്ടാക്കി ആ മോഡലിൽ തന്നെ നമുക്ക് ലാബ് തിരിച്ചയച്ചു തരുന്നു. അത് നമ്മൾ സ്പെഷ്യൽ സിമെൻസ് വെച്ചിട്ട് പല്ലിലോട്ട് ഒട്ടിച്ചു വെക്കുന്നതാണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് ഒരു സിറ്റിംഗ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരളവ് അല്ലെങ്കിൽ 2 അളവ് തന്നെ അതിന് വേണ്ടി വരും. അതിൻ്റെ ബേസ് ആദ്യം വെച്ചിട്ട് അതിൻ്റെ ഒരു കളർ മാച്ച് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള അതാണ് ഈ മൾട്ടിപ്പിൾ സിറ്റിങ്സ് ആയിട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി പെർഫെക്ഷൻ കൂടുതൽ നമുക്ക് മൾട്ടിപ്പിൾ സിറ്റിംഗ് ഉള്ള ഇതിന് ആണ് കിട്ടുന്നത്. ഫിനിഷിങ്ങും പോളിഷിങ്ങും കൂടുതൽ കിട്ടുന്നത് നമുക്ക് സെറാമിക്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഭംഗിയും ഈട് നിൽക്കുന്നതും കൂടുതലും സെറാമിക്സ് തന്നെയാണ്. പിന്നെ അത് ഏത് സ്ഥാനത്ത് നമ്മൾ വെക്കുന്നു എന്നനുസരിച്ച് ഇരിക്കും. കാരണം അവിടെ എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചിട്ടാണ് നമുക്കത് എത്രമാത്രം ഈട് നിൽക്കും എന്ന് പറയാൻ പറ്റുന്നത്. ഈ പല്ലിൽ കമ്പി ഇടുന്ന പ്രൊസീജിയർ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതും ഒരുപാട് ആൾക്കാരുടെ വായിൽ നമ്മൾ എപ്പോഴും കാണുന്നതുമായിട്ടൊരു സാധനമാണ് ഈ കമ്പി. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇത് പലതരത്തിൽ നിങ്ങൾ ചെയ്യാറില്ലേ? ഒരേ തരത്തിലുള്ള കമ്പി മാത്രമല്ല, പലതരത്തിൽ ചെയ്യാറുണ്ട്. നമുക്ക് പലതരത്തിലുണ്ട്. പണ്ട് കണ്ടുവന്നിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കമ്പി ഇടുക എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർ ചോദിച്ച് വരുന്നതും അതാണ്, ഒറ്റ കമ്പി ഇടാൻ പറ്റില്ലേ എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് എല്ലാ കേസിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. പിന്നെ മാത്രമല്ല ഒറ്റ കമ്പിയായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പല്ലിനോട് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആസ് എ ഹോൾ അതിനൊന്ന് താത്തുക, അതും ബാക്കിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ വിടവുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിട്ടിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒരു 90% വരുന്നതും നമ്മൾ ഓരോ പല്ലിലും ഒട്ടിച്ച് വെക്കുന്ന തരത്തിലുള്ള കട്ട കമ്പികൾ ഇട്ടാലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. അത് പല ടൈപ്പിലുള്ളതുണ്ട്. ആദ്യം നമുക്ക് എന്താണ് മെറ്റൽ ബ്രേസസ്, അതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്, മോസ്റ്റ് എക്കണോമിക്കൽ അതാണ്. അതുകൊണ്ടാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റൽ ബ്രേസസ് വരുന്നത്. അതിൻ്റെ നമുക്ക് ഇപ്പോൾ അത് എടുത്ത് കാണുന്നത് ഒരു വിഷയമായിട്ട് പറയുന്നവർക്ക് നമുക്ക് ഇത് തന്നെ സെറാമിക് ബ്രേസസ് ഉണ്ട്, പല്ലിൻ്റെ നിറത്തിലുള്ള കട്ടകളും കമ്പികളും ഉള്ള. അപ്പോൾ ഓബ്വിയസ് ആയിട്ട് കാണില്ല. വളരെ അടുത്താണെങ്കിൽ കാണും, അല്ലാതെ ഓബ്വിയസ് ആയിട്ട് കാണില്ല. ആൾക്കാർ കൂടുതൽ കംഫർട്ടബിൾ ആണ്. പിന്നെയും വേറെ ഇപ്പോൾ ഉള്ള വളർന്നു വരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് പല്ലിൻ്റെ ഉൾവശത്ത് കമ്പി ഇടുക, ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് എന്ന് പറയും അതിന്. അപ്പോൾ അത് പുറത്തൊട്ടും കാണില്ല. പക്ഷേ അത് കുറച്ചുകൂടെ ധരിക്കാൻ കുറച്ചുകൂടെ ഒരു പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷൻ നമുക്ക് വേണം.
ഡോക്ടർ, ഇപ്പം പല്ലിൽ കമ്പി ഇടുന്ന കാര്യം നമ്മൾ പറഞ്ഞു നിർത്തി. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഡോക്ടർ വെനീർ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഈ വെനീർ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തടിയുള്ള പടിപ്പണിയിലൊക്കെയാണ് ഈ വെനീർ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കാറുള്ളത്. അതും പല്ലുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുക, അതെന്താണെന്ന് പറയാം. ഓക്കെ, നമ്മുടെ പല്ലിൻ്റെ മുകളിൽ ചെറിയ ചെറിയ നിറവ്യത്യാസങ്ങളോ ചെറുതായിട്ട് പൊട്ടലുകളോ അല്ലെങ്കിൽ രണ്ട് പല്ലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പോ ഒക്കെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. വെനീർ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മുകളിൽ ചെറിയ ഒരു 0.2 to 0.3 അല്ലെങ്കിൽ മേ ബി ഒരു 0.5 mm വരെ നമുക്ക് ഇനാമൽ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് അത് അത്രയും സ്പേസിൻ്റെ ഇത് ഒരു ഇൻഡയറക്റ്റ് പ്രൊസീജിയറാണ്, ലാബിൽ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അളവെടുത്ത് മോഡലിൻ്റെ മുകളിൽ നമ്മളത് സെറാമിക് വെച്ചിട്ട് ആ ലോസ് പാർട്ട് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കയ്യിൽ കിട്ടുമ്പോൾ വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു സെറാമിക് ഷെൽ, അതാണ് നമ്മൾ ഈ വിനീർ എന്ന് പറയുന്നത്. അത് നമ്മൾ പല്ലിൽ വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെയും നിറം കൂടി കൂട്ടിച്ചേർന്നുള്ളൊരു നിറമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി പല്ലിൻ്റെ രൂപവും നിറവ്യത്യാസവും ചെറിയ തോതിലുള്ള കേടുകളും എല്ലാം ഇതുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. ഒരു മേജർ ഡിസ്ക്രിപ്പൻസി അല്ലാത്ത ഏതൊരാളുടെ സ്മൈലും നല്ല ഒരു എന്താ പറയുക ഒരു കോസ്മെറ്റിക് സ്മൈലാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പിന്നെ മീഡിയ പേഴ്സണാലിറ്റീസ്, ഫിലിം സ്റ്റാർസ് എല്ലാവരും ഏകദേശം അറ്റ്ലീസ്റ്റ് 1-2 പല്ലിലെങ്കിലും ഇത് ചെയ്തിട്ട് ഉണ്ട്. ഈ നേരത്തെ പല്ലിൽ കമ്പി ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ പല്ലിൻ്റെ കമ്പി ഇടുമ്പോൾ അതിനകത്ത് റബ്ബർ ബാൻഡ് പോലത്തെ സാധനങ്ങൾ ഇടുകയും അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുകയും ടൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പരിപാടികളില്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ കമ്പി ഇടുന്നത് നമ്മൾ ഈ കട്ട കമ്പി ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ വൺസ് ഇൻ 5 weeks ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതുണ്ട്. അപ്പോൾ അത് ഓരോ സ്റ്റേജ് അനുസരിച്ച് അവർ ആ പല്ലിലോട്ട് കൊടുക്കുന്ന ഫോഴ്സുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇലാസ്റ്റിക്സ് അവർ യൂസ് ചെയ്യും. ഇപ്പോൾ പണ്ടത്തതുപോലെ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു പണ്ടത്തെ ഡോക്ടർമാർ ഒരു സെറ്റ് ഓഫ് റബ്ബർ ബാൻഡ്, അത് നമ്മൾ ഓരോ ദിവസവും മാറ്റിയിടുക എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അതൊരു ബെക്സ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ടെക്നിക്കിൽ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. ഇപ്പോഴത്തെ സ്ട്രെയിറ്റ് വയർ അല്ലെങ്കിൽ പ്രീ അഡ്ജസ്റ്റഡ് എഡ്ജ് വൈസ് ടെക്നിക്ക് എന്ന് പറയുന്നതിൽ ഡോക്ടർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. മാസത്തിൽ ഒരിക്കൽ നമ്മൾ അപ്പോൾ അതിനായിട്ടുള്ള സ്പ്രിങ്സും ഇലാസ്റ്റിക്സും ഡോക്ടർ തന്നെയായിരിക്കും മാറ്റുന്നത്. അപ്പോൾ പേഷ്യൻ്റ് കോപ്പറേഷൻ നമുക്ക് പിന്നെ കംഫർട്ടും ഈ പുതിയ ടെക്നിക്കിൽ കൂടുതലാണ്. ഓക്കെ, ഇത് ആദ്യം തുടക്കത്തിൽ ഈ ജോയുടെ കുഴപ്പം കൊണ്ടാണ് പല്ല് തള്ളി നിൽക്കുന്നതായിട്ട് തോന്നുന്നതെങ്കിൽ അവിടെ സർജറി എന്ന് പറഞ്ഞൊരു കാര്യം മെൻഷൻ ചെയ്യണ്ടായി. എന്തായിരിക്കും ആ സർജിക്കൽ പ്രൊസീജിയർ, എങ്ങനെയാണ് അത് ചെയ്യുക? അത് സർജിക്കൽ പ്രൊസീജിയർ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി പൂർണ്ണ വളർച്ച എത്തിയിരിക്കണം. നമുക്കൊരു 18 വയസ്സ് കഴിഞ്ഞിട്ടേ അതെന്തായാലും ചെയ്യാനായിട്ട് ഒക്കുകയുള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മുടെ പല്ല് ഈ നിരതെറ്റിയിരിക്കുന്ന പല്ലും പിന്നെ ചെരിഞ്ഞുമൊക്കെ ഇരിക്കുന്ന പല്ലുകൾ കമ്പി ഇട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അത് തുടങ്ങി ഒരു സ്റ്റേജ് വരെ കമ്പി ഇട്ട് നമ്മുടെ കറക്ഷൻ കഴിയുമ്പോൾ നമ്മൾ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജനെ ടേക്ക് ഓവർ ചെയ്തിട്ട് ആ ജോയിൽ നമുക്ക് വേണ്ട കറക്ഷൻ, അതായത് സെറ്റ് ബാക്ക് സർജറീസ്, പല പേരിലുള്ള സർജറി ഉണ്ട്. മുകളിലത്തെ താടിയാണെങ്കിലും താഴത്തെ താടിയാണെങ്കിലും അത് സർജറി ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഉറപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഓർത്തോഗ്നാറ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണ വളർച്ച ആയി കഴിഞ്ഞിട്ട് ജോയുടെ അപാകതകൾ, സ്കെലറ്റൽ ഡിഫോമിറ്റീസ് കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കാണ്. അപ്പോൾ ഓർത്തോഡോണ്ടിക്സ് പ്ലസ് സർജറി അതിനകത്ത് വരും. അതുപോലെ പല്ലിലുണ്ടാവുന്നത് പോലെ തന്നെ നിറവ്യത്യാസം പലപ്പോഴും മോണയിലും നമ്മൾ കാണാറുണ്ട്. അതിന്റെ കാരണം എന്താണ്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ആൾക്കാരുടെ ത്വക്കിന് പല കളറുള്ളതുപോലെ മോണയ്ക്കും നമുക്ക് അതിൻ്റെ മെലാനിൻ പിഗ്മെൻറ്റേഷൻ കൊണ്ടുവരുന്ന കളർ വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് സർജിക്കലായിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ ചെയ്ത് വന്നിരുന്നത് നമ്മൾ സ്കാൽപ്പൽ സർജറി വെച്ചിട്ട് ഒരു മൈനർ പ്രൊസീജിയറാണ്. ആ നിറം വ്യത്യാസമുള്ള ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ച് ആ തൊലിയോട് മോണയോട് സർഫസ് ലെയർ ഒരു 1-2 ലെയർ കുറച്ചൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ഹീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ അത് സർജിക്കലായിട്ട് അവർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നൂതന രീതി വെച്ചിട്ട് ലേസേഴ്സ് വെച്ചിട്ട് ക്രയോ സർജറി വെച്ചിട്ട് ഒക്കെ നമുക്കത് ചെയ്യാനായിട്ട് ഒക്കുന്നതാണ്. പക്ഷേ ഈ കളറ് നമുക്കത് പെർമനൻ്റ് ആയിട്ട് മാറി കിട്ടത്തില്ല. നാച്ചുറൽ കളറ് റിക്കറൻസ് വരും. അത് ഓരോ ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാവും എപ്പോൾ റിക്കറൻസ് വരും എന്നുള്ളത്. അപ്പോൾ നമുക്ക്
അത് ഒരു 5 കൊല്ലം 5 കൊല്ലം മുതൽ 8 കൊല്ലം വരെയൊക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ റെക്കറൻസ് കംപ്ലീറ്റ് ആയിട്ട് വരണമെന്നില്ല, ചില ഭാഗങ്ങളിലായിരിക്കും രണ്ടാമത് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഒന്നും കൂടി ചെയ്താൽ മതിയാവും. ഇറ്റ്സ് എ മൈനർ പ്രൊസീജിയർ. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ മീര പ്രശാന്ത്, സ്മൈൽ ഡെന്റൽ കെയർ വൈറ്റിൽ അവിടുത്തെ എൻഡോഡോണ്ടിസ്റ്റാണ്, അതുപോലെ കോസ്മെറ്റിക് ഡെന്റിസ്റ്റുമാണ്. ഡോക്ടറോട് സംസാരിച്ചത് നമ്മുടെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾ, അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, പല്ലിലുണ്ടാകുന്ന കളർ വ്യത്യാസം, പല്ലിലുണ്ടാകുന്ന കേടുകൾ, പല്ല് ഉന്തി നിൽക്കുക, അകത്തേക്ക് ഉന്തി നിൽക്കുക, പുറത്തേക്ക് ഉന്തി നിൽക്കുക, ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്. ഇപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഇവിടെ പറയാൻ പറ്റിയില്ലെങ്കിലും എന്തൊക്കെയോ ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഡോക്ടറോട് സംസാരിച്ചു. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ പറ്റിയ വിഷയമായിട്ട് ബൈ.